ഇപ്പോൾ എനിക്കൊന്ന് ഗണേഷ് കുമാർ ഒരു 275-ലധികം സിനിമ അഭിനയിച്ചു കഴിഞ്ഞു. കോടികൾ ഉണ്ടാക്കാൻ പറ്റിയോ? കോടികളൊന്നും ഉണ്ടാക്കാൻ പറ്റിയില്ല. കാരണം ആദ്യകാലത്ത് ഈ കാറുകളോട് ക്രൈസ് ഉണ്ടായിരുന്നു. കിട്ടുന്ന കാശെല്ലാം പുതിയ കാർ ഇറങ്ങുമ്പോൾ വാങ്ങിച്ച് കളയുമായിരുന്നു. പിന്നെ അത് നിർത്തി. പിന്നെ കല്യാണം കിട്ടണമെങ്കിൽ ഒരു ബിസിനസ് തുടങ്ങണമെന്ന് അച്ഛൻ പറഞ്ഞു. അങ്ങനെ ബിസിനസ്സിൽ പൈസ ഇറക്കി, അതും പൊട്ടിയോ? അത് പൊട്ടി ചേട്ടൻ അറിയാലോ. ഞാൻ പണ്ട് വെറുതെക്കാട് നിൽക്കുമ്പോൾ ചേട്ടൻ കണ്ടു. എനിക്ക് പിന്നെ ഈ പറയുന്ന ഇപ്പോൾ കാണുന്ന ലുലു മാൾ പോലുള്ള സൂപ്പർ മാർക്കറ്റൊക്കെ ആദ്യം കേരളത്തിൽ തുടങ്ങിയ ഒരാൾ പൊട്ടിപ്പൊളിഞ്ഞതിന്റെ കാരണം ഗണേഷ് കുമാർ എപ്പോഴെങ്കിലും അനലൈസ് ചെയ്തിട്ടുണ്ടോ? ഉടമസ്ഥനായ ഞാൻ സ്ഥലത്തില്ലായിരുന്നുകൊണ്ട് പൊട്ടിപ്പോയി. ഞാൻ ഷൂട്ടിങ്ങിന് പോകും. ഇവിടെ കട തുറന്ന് വെച്ചിട്ട് ഞാൻ 10-15 ദിവസം ഷൂട്ടിങ് കഴിഞ്ഞ് വരുമ്പോൾ എനിക്ക് ഇൻകം ടാക്സ് നോട്ടീസ്, സെയിൽ ടാക്സ് നോട്ടീസ്, ലേബറിൻ്റെ നോട്ടീസ്, ഇതെല്ലാം കൂടെ കൈകാര്യം ചെയ്ത് ഞാൻ പൊളിഞ്ഞു പോയി. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഒരുപക്ഷെ ഒരുപാട് പ്രതിസന്ധികളുടെ ഗണേശൻ്റെ വ്യക്തി ജീവിതവും രാഷ്ട്രീയ ജീവിതവും ഒക്കെ കടന്നു പോയിട്ടുണ്ട്. ഒരുപക്ഷെ ഒരു സാധാരണ ചെറുപ്പക്കാരൻ തളർന്നു പോകുന്ന അവസ്ഥയിലൂടെയൊക്കെ താങ്കൾ കടന്നു പോയിട്ടുണ്ട്. അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. പക്ഷേ ഈ പ്രതിസന്ധി ഘട്ടങ്ങളിൽ, അതായത് കുറച്ചുകൂടെ കരുത്തുണ്ടെന്ന് അഭിനയിച്ച് നിൽക്കാൻ വേണ്ടി ഈ സിനിമാ അഭിനയം ഗുണമായോ ദോഷമായോ? എന്തോ ഞാൻ എൻ്റെ പ്രാർത്ഥന കൊണ്ടൊക്കെ ആയിരിക്കും എനിക്ക് തോന്നുന്നത്. കാരണം ദൈവത്തിൻ്റെ ഒരു കൃപയുണ്ട്. കാരണം നമ്മളെപ്പോഴും മനസ്സിലായത് ഒരുപാട് പേര് ആത്മഹത്യ ചെയ്യുന്നു. കടുത്ത വിശ്വാസിയാണോ? ആണ്. ഞാൻ ദൈവത്തിൽ അചഞ്ചലമായ വിശ്വാസം. എനിക്ക് എൻ്റെ അമ്മ പഠിപ്പിച്ചതാണ്. അത് ഞാൻ ദൈവം മതത്തെ അല്ല, ദൈവമാണ് ഞാൻ കാണുന്നത്. ദൈവമാണ്. രൂപവും ഭാവവും ഇല്ലാത്ത ദൈവത്തെയാണ് ഞാൻ ആരാധിക്കുന്നത്. അപ്പോൾ എനിക്ക് എല്ലാ ദൈവത്തെയും എല്ലാ മതാചാരങ്ങളെയും ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ മതത്തിൻ്റെയും ദൈവങ്ങളെയും വേദങ്ങളെയും ഞാൻ ബഹുമാനിക്കുന്നുണ്ട്, പഠിക്കാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എനിക്ക് ജാതി ചോദിക്കാൻ തോന്നത്തില്ല, ആരോടും രാഷ്ട്രീയവും ചോദിക്കത്തില്ല. ഈ ചേട്ടനെ ചോദിച്ച ഈ എങ്ങനെ കരകയറാം എന്നുള്ള ചോദ്യം എനിക്ക് വേണ്ടിയുള്ള ചോദ്യമല്ല. ഞാനീ പറയുന്നത് നമ്മുടെ യുവജനങ്ങളായ സമൂഹത്തിലുള്ള മുതിർന്നവരുമായിട്ടുള്ള ആൾക്കാർക്ക് ഒരു മെസ്സേജാണ്. എങ്ങനെയാണ് ഇത്രയും ചെറിയ പ്രായത്തിൽ സിനിമ അഭിനയിച്ച് മാത്രം പരിചയമുള്ളൂ എനിക്ക്. 19 വയസ്സ് വരെ വീട്ടിൽ നിന്ന് തന്നെ അമ്മ പുറത്തു വിടത്തില്ല. എൻ്റെ അമ്മയുടെ സാരിയുടെ തുമ്പത്ത് പിടിച്ചാണ്, ചേട്ടൻ കണ്ടിട്ടുണ്ട്. ഞാൻ അതിൻ്റെ കൂടെ അമ്മയുടെ കൈയും പിടിച്ച് നടക്കും. വിമാനത്തിൽ പോലും കയറി യാത്ര ചെയ്ത് പോകാൻ അറിയാത്ത ഒരു 19 വയസ്സിലാണ് ഞാൻ സിനിമയിൽ അഭിനയിക്കാൻ പോകുന്നത്. അവിടുന്ന് അങ്ങോട്ട് സിനിമയിൽ വന്നിട്ട് അതിൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്തു, അവഗണനകൾ നേരിട്ടു, പരിഹാസങ്ങൾ നേരിട്ടു. കാരണം മന്ത്രിയുടെ മകൻ എന്നുള്ള നിലയിൽ കൈ കിട്ടുമ്പോൾ ഒന്ന് ചവിട്ടിയേക്കാം എന്ന് വിചാരിക്കും. അങ്ങനെ ഒരുപാട് ചവിട്ടും തൊഴിയൊക്കെ കിട്ടി. അങ്ങനെയൊക്കെ വന്നു, സിനിമയോടെ കിടന്നു, അവിടെ നിന്നു, ആ ഫീൽഡിൽ തന്നെ നിന്ന് പ്രവർത്തിച്ചു. എൻ്റെ അച്ഛൻ്റെ സഹോദരിമാർ പോലും അച്ഛൻ ചോദിച്ചിട്ടുണ്ട്, ഇവനെ എന്തിന് സിനിമയിൽ അഭിനയിക്കാൻ പറ്റും? ഇവൻ പട്ടാളത്തിൽ പോയിരുന്നെങ്കിൽ അവൻ വെടികൊണ്ട് മരിച്ചാൽ നമുക്കൊരു അഭിമാനമായിരുന്നു കുടുംബത്തിന് എന്ന് പറയുമായിരുന്നു. പക്ഷേ ഒടുവിൽ ഇതേ അച്ഛൻ്റെ സഹോദരി എന്നെ വീട്ടിലേക്ക് വിളിപ്പിച്ചിട്ട് പറഞ്ഞു, നീ എൻ്റെ വീട്ടിൽ വരണം, എൻ്റെ കൊച്ചുമക്കൾ. അല്ല, എൻ്റെ വല്യമ്മ, അത് അമ്മയുടെ ചേച്ചിയാണ്. അമ്മയുടെ ചേച്ചി ഇതിനൊക്കെ പ്രോത്സാഹിപ്പിക്കുകയായിരുന്നു. അപ്പോഴത്തേക്കും മരിച്ചു, ശ്യാമയമ്മ മരിച്ചു. അച്ഛൻ്റെ സഹോദരിയാണ്. അച്ഛൻ ഒരു രസത്തിന് അഭിനയിച്ചു. അപ്പോൾ ഇതൊരു തൊഴിലായി സ്വീകരിച്ചപ്പോൾ പുച്ഛമായിരുന്നു എല്ലാവർക്കും. അപ്പോൾ അതേ അച്ഛൻ്റെ സഹോദരി എന്നെ വിളിച്ചു പറഞ്ഞു, എൻ്റെ കൊച്ചുമക്കൾ സ്കൂളിൽ ചെല്ലുമ്പോൾ നിൻ്റെ ബന്ധുവാണെന്ന് പറഞ്ഞിട്ട് ആരും വിശ്വസിക്കുന്നില്ല, നീ എൻ്റെ വീട്ടിലൊന്ന് വരണം, അവരെ കൂടെ ഒന്നൊരു ഫോട്ടോ എടുക്കണം എന്ന് പറഞ്ഞു. അപ്പോഴെനിക്ക് ഭയങ്കര സന്തോഷം. ഞാൻ സ്വീകരിച്ച തൊഴിൽ, ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരം ഇതൊന്നും അല്ല. ദൈവവിശ്വാസം ഉണ്ടോ ഇല്ലയോ അത് അവരവരെ ഇഷ്ടമാണ്. ദൈവത്തെ വിശ്വസിക്കാതിരിക്കാം, അതവരെ സ്വാതന്ത്ര്യം. പക്ഷെ ഒരു കാര്യം പറയാം, നമ്മുടെ ഉള്ളിലുള്ള ഒരു എനർജിയുണ്ട്, ആത്മവിശ്വാസം എന്ന് നമ്മൾ പറയാറുണ്ട്. അപ്പോൾ ദൈവവിശ്വാസമുള്ളവർക്ക് അത് വളർത്തിയെടുക്കാൻ വളരെ എളുപ്പമാണ്. അല്ലാത്തവർ അപാരമായ ഒരു ധൈര്യം അഭിനയിക്കും. എനിക്കൊന്നും ഒരു പ്രശ്നമല്ല എന്ന് മനസ്സിനെ പറഞ്ഞ് മനസ്സിലാക്കിയാൽ നമുക്ക് ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടാതെ കഴിക്കാം, ആത്മഹത്യ ചെയ്യാതെ കഴിക്കാം. നമുക്ക് പനി വന്നാൽ അതിനെ പ്രതിരോധിക്കാൻ ഒരു പ്രതിരോധ ശേഷി നമ്മുടെ ശരീരത്തുണ്ട്. ഫിസിക്കലാണ്, സയൻറ്റിഫിക്കായിട്ട് നമ്മുടെ ശരീരത്തിൽ ഒരു പനി വന്നു, അതിനെ പ്രതിരോധിക്കാനുള്ള പ്രതിരോധ സംവിധാനമുണ്ട് എന്ന് പറഞ്ഞ പോലെ ഏതൊരു പ്രതിസന്ധിയെയും അഭിമുഖീകരിക്കാനും അതിനെ പരിഹരിക്കാനും കഴിയുന്ന ഒരു മനസ്സ്, ഒരു ആത്മാവിലുള്ള വിശ്വാസം, എന്നിൽ ഞാനെന്ന വിശ്വാസം. അത് ഞാനെന്ന അഹങ്കാരമല്ല, എനിക്ക് കഴിയും എന്ന വിശ്വാസമാണ് ആത്മവിശ്വാസം. ഒരു ദൈവവിശ്വാസിക്ക് അത് പെട്ടെന്ന് ഈ ജാതി അറിയാൻ ശ്രമിക്കാതെ ദൈവത്തെ അറിയാൻ ശ്രമിച്ചാൽ, ജാതി അറിയാൻ ശ്രമിച്ചാൽ അവൻ പ്രാർത്ഥനയായി പോകും. ദൈവത്തെ അറിയാൻ ശ്രമിച്ചാൽ, അല്ലെങ്കിൽ എൻ്റെ മനസ്സിന് എനിക്കതിനുള്ള കഴിവുണ്ടെന്ന് വിശ്വസിക്കാൻ, ആത്മവിശ്വാസം എന്ന് പറയുന്നത്. ആത്മാവെന്ന് പറയുന്നത് ഒരു ആത്മീയതയുടെ സാധനമല്ല, മനുഷ്യനിലുണ്ട് മനസ്സ് എന്നൊക്കെ പറയുന്ന സാധനമാണ്. ആ മനസ്സിന് ഏത് കടം വന്നു, ഒരു കള്ളും കുടിച്ചേച്ച് വീട്ടിൽ കിടന്നാൽ കടം തീരുമോ? ലഹരി മരുന്ന് അടിച്ചിട്ട് കിടന്നാൽ പലിശ കൂടത്തേ ഉള്ളൂ. ഉണർന്നിരുന്ന് ചിന്തിച്ച് ഇതിനൊരു പരിഹാരമെന്ത്, കൈ കിടക്കുന്ന മോതിരമെങ്കിലും വിറ്റ് ഇത് കടം തീർക്കാം എന്ന് ചിന്തിക്കുന്നൊരു ബുദ്ധി നമുക്കുണ്ട്. അത് ഉപയോഗിക്കാത്തതുകൊണ്ടാണ്. അപ്പോൾ ഒന്നും പറ്റത്തില്ല, പെട്ടെന്ന് തൂങ്ങി അങ്ങ് മരിക്കുക. മണ്ടന്മാരാണ് അങ്ങനെ ചെയ്യുന്നവർ. ജീവിതത്തെ നിന്ന് നേരിടണം. എന്ത് പ്രതിസന്ധി എന്നാലും നമ്മൾ നേരിടും. നമുക്കറിഞ്ഞു, നമുക്ക് ക്യാൻസർ രോഗം വരുന്ന ആൾക്കാർക്ക് എത്രയോ പേര് അതിനെ അതിജീവിക്കുന്നു. കൂടുതൽ ആളുകളും എന്താ കാര്യം, മരുന്നിനേക്കാൾ ഉപരി ഞാൻ രക്ഷപ്പെടും എന്ന ചിന്ത മനസ്സിലുണ്ടോ? രക്ഷപ്പെട്ടിരിക്കും.